കിടക്കുമ്പോഴും നമുക്ക് ഓരോ ഡിഫറെൻ്റ് അമേസിങ് പ്ലാനറ്റിലോട്ട് കയറുന്നത് പോലെയാണ് തോന്നാം. ഓരോ റൂമും വളരെ സർപ്രൈസിങ് ആണ്. നൈസ് ഒരു ലിവിങ് ആർട്ട് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് അവർ ഓഫർ ചെയ്യുന്നതും. കൗണ്ട്ലെസ് ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ്, വേവ്സ്, ഫ്ലട്ടർ ഓഫ് ബട്ടർഫ്ലൈസ്, സ്ട്രോക്സ് ഓഫ് കളേഴ്സ്, അങ്ങനെ. ടീം ലാബിനുള്ളിലെ മറ്റൊരു വളരെ മീനിങ് ആർട്ട് വർക്കാണിത്. ഈ സീരീസ് ഓഫ് ബോൾസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്കൾച്ചേഴ്സ് ഓർ ഒവോയിഡ്സ് ആണ്. നമ്മളൊരു ഒവോയിഡിനെ തള്ളിയിടുമ്പോൾ അത് ഫോൾ ബാക്ക് ആകുന്നു, റൈസ് അപ്പ് ആകുന്നു, പിന്നെ ഒരു റെസൊനേറ്റിംഗ് മൂവ്മെൻറ്റ് തരുന്നു. ഓരോ വട്ടവും ഇതിനെ നമ്മൾ കാണുന്നത് ഡിഫറെൻറ്റ് കളറിലാണ്. അപ്പോൾ പീപ്പിളിൻ്റെ ബിഹേവിയർ ആയിട്ടാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലൗഡ്സിൻ്റെ ഇടയിലൂടെ ആകാശത്തൂടെ ഒന്ന് നടന്നു പോയാലോ നമുക്ക്? കൗണ്ട്ലെസ് ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ്, സ്ട്രോക്സ് ഓഫ് കളേഴ്സ്, അതൊക്കെയാണ് ഈ ആർട്ട് വർക്കിൽ. ഇത് പ്രത്യേകിച്ചൊരു ഡയറക്ഷനൊന്നുമില്ല, ഡയറക്ഷൻലെസ് ഫ്ലോ ആണ്. ലൈറ്റിൻ്റെ ഒരു ഓഷ്യനിൽ നടക്കുന്ന പോലെ തോന്നും. നെക്സ്റ്റ് നമ്മുടെ മുന്നിൽ ഒരു മൂൺ നിൽക്കുന്ന പോലെ തോന്നും. എന്നാൽ നമുക്ക് തൊടാനൊന്നും പറ്റില്ല. ഒരു ബിഗ് മൂൺ. ദിസ് റൂം ഇൻട്രൊഡ്യൂസസ് എൻ ഓർഡർ ഓഫ് എനർജി ഓഫ് ഇറ്റ്സ് സ്പേസ്. ഒരു വോയിഡ് ദാറ്റ് ഈസ് ബോൺ ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അതാണ് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ. നെക്സ്റ്റ് ആർട്ട് വർക്ക് ഫ്ലട്ടേഴ്സ് ഓഫ് ബട്ടർഫ്ലൈസ്. സ്പേസിൽ പറന്ന് നടക്കുന്ന ബട്ടർഫ്ലൈസ്, അങ്ങനെ വേണം ഇമാജിൻ ചെയ്യാൻ. അതിനിടയിൽ നമ്മളും. അപ്പോൾ പീപ്പിൾ ആൻഡ് സ്പേസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ. ചില കൺസെപ്റ്റൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുതന്നെയാണ് അവർ പറയുന്നത്, പുഷ് ദ ലിമിറ്റ്സ് ഓഫ് യുവർ ഇമാജിനേഷൻ. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഓവറോൾ ഇറ്റ് ഈസ് വണ്ടർഫുൾ. നെക്സ്റ്റ് റൂം ഫുൾ ഓഫ് ബോൾസ് ആണ്. നല്ല ഷൈനിങ് ബോൾസ്. പിന്നെ ഡാർക്ക് സെറ്റപ്പാണ്. ഡിം ലൈറ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും. വിൻഡിൻ്റെ ഫോഴ്സിൽ ഈ ബോൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ വിസ്മയങ്ങളും കണ്ടതിന് ശേഷം ഇതൊരു ഡ്രോയിങ് റൂമാണ്. ഇവിടെ ഡ്രോ ചെയ്യാനും കളർ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. സമാധാനപരമായി ഇവിടെ ഇരുന്ന് നമുക്ക് ഡ്രോ ചെയ്യാം. നമ്മൾ ഡ്രോ ചെയ്തതിനെ ലിവിങ് ആർട്ടാക്കി മാറ്റി ഇവർ കാണിച്ചു തരും. അങ്ങനെ ടീം ലാബിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഒരു അമേസിങ് യൂണിവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു വന്ന പ്രതീതിയായിരുന്നു. എ യൂണിവേഴ്സ് ഓഫ് ലിവിങ് ആർട്ട്, സ്വപ്നത്തിനും ജീവിതത്തിനും ഇടയിൽ.